സ്വരമധുരം വിളമ്പിയ ഗാനങ്ങളായിരുന്നു മലയാളിക്ക് എസ് ജാനകി. തദ്ദേശീയവും വിദേശീയവുമായ 20ഓളം ഭാഷകളിൽ 48,000-ലേറെ ഗാനങ്ങളാണ് സംഗീത ലോകത്തിന് അവർ സമ്മാനിച്ചത്. അവരുടെ സംഭാവന മുൻനിർത്തി രാജ്യം 2013 പത്മഭൂഷൺ പുരസ്കാരം നൽകിയെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായില്ല. 5.5 പതിറ്റാണ്ട് നീണ്ട തൻ്റെ സംഗീത ജീവിതത്തിൽ ഈ ബഹുമതി വളരെ വൈകി എത്തിയതിനാലായിരുന്നു ആ പുരസ്കാരം അവർ വേണ്ടെന്ന് വെച്ചത്. ഞാൻ പത്മ പുരസ്കാരം നിരസിക്കുകയാണ്. കഴിഞ്ഞ 55 വർഷമായി ഞാൻ പാടുന്നു. ജനങ്ങളുടെ അംഗീകാരത്തെയാണ് ഞാൻ ഏറ്റവും വലിയ പുരസ്കാരമായി കാണുന്നത്. അന്ന് മാധ്യമപ്രവർത്തകരോട് അവർ പറഞ്ഞു, തനിക്ക് സർക്കാരിനോട് യാതൊരുവിധ പരിഭവമില്ലെന്നും അവർ വ്യക്തമാക്കി. ഞാൻ പല ഭാഷകളിലായി വൈവിധ്യമാർന്ന ഒട്ടനവധി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അവരെല്ലാം എൻ്റെ പാട്ടുകളെ നെഞ്ചേറ്റി. മലയാളികൾ എൻ്റെ ഉച്ചാരണം കൃത്യമാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ അംഗീകാരത്തെക്കാൾ വലുതായി എനിക്ക് മറ്റെന്താണ് വേണ്ടത്? ജാനകി അമ്മ ചോദിച്ചു. സർക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്തതായും ഞാൻ കരുതുന്നില്ല. പക്ഷേ പത്മ പുരസ്കാരം നിരസിക്കാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു, അവർ കൂട്ടിച്ചേർത്തു. അമ്മയ്ക്ക് ലഭിച്ച ഈ ബഹുമതി വളരെ വൈകിപ്പോയെന്നായിരുന്നു അന്ന് ഈ കാര്യത്തിൽ മകൻ്റെ പ്രതികരണം. ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് പുറമെ ഹിന്ദി, ബംഗാളി, പഞ്ചാബി, ഒഡിയ, ഇംഗ്ലീഷ്, സംസ്കൃതം, കൊങ്ങിണി, തുളു, സിംഹള, ജർമ്മൻ ഭാഷകളിലും ജാനകി അമ്മ പാടിയിട്ടുണ്ട്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണ ജാനകി അമ്മയ്ക്ക് ലഭിച്ചു. ഓപ്പോൾ എന്ന സിനിമയിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ് 1981 ദേശീയ അവാർഡിന് ജാനകി അമ്മയെ അർഹയാക്കിയത്. 2 തവണ തമിഴ് ഗാനങ്ങളും 1 തവണ തെലുങ്കുമാണ് അവർക്ക് ദേശീയ പുരസ്കാരം സമ്മാനിച്ചത്. മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് 11 തവണയും ആന്ധ്ര സർക്കാരിന്റെ അവാർഡ് 10 തവണയും തമിഴ്നാട് സംസ്ഥാന അവാർഡ് 7 പ്രാവശ്യവും മികച്ച ഗായികയ്ക്കുള്ള ഒഡീഷ സർക്കാരിന്റെ അവാർഡ് 1 തവണയും എസ് ജാനകി അമ്മയെ തേടിയെത്തി. 2017 ഒക്ടോബറിൽ മൈസൂറിലെ മാനസ ഗംഗോത്രി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലായിരുന്നു എസ് ജാനകി അമ്മയുടെ അവസാനത്തെ സംഗീത നിശ. ഇനി പൊതുവേദിയിൽ പാടില്ലെന്ന് അവർ അവിടെ പ്രഖ്യാപിച്ചു. ജാനകി അമ്മയുടെ അവസാന സിനിമാ ഗാനവും മലയാളത്തിലായിരുന്നു. 2016 പുറത്തിറങ്ങിയ 10 കൽപ്പനകൾ എന്ന ചിത്രത്തിൽ അതെ വിട വാങ്ങിയത് മലയാളത്തിൻ്റെ സ്വന്തം പാട്ടമ്മയാണ്.